السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء. أما بعد. മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അൽ ഹികമുൽ അതാഇയ്യ എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദുറൂസുൽ ഹിക്കമിൽ ഇന്ന് ഹിക്മത്ത് നമ്പർ 19 നാം പഠന വിധേയമാക്കുന്നത്. 19ാമത്തെ ഹിക്മത്തിൽ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: ലാ തത്ലുബു മിൻഹു അൻ യുഖ്രിജക മിൻ ഹാല ലിയസ്തഅമിലക ഫീമാ സിവഹാ ഫലൗ അറാദക ലസ്തഅമലക മിൻ ഗൈരി ഇഖ്റാജ്. എന്താണ് മഹാനവറുകൾ ഈ പറയുന്നത്? ആദ്യം നമുക്ക് പതിവ് പോലെ ഈ ഹിക്മത്തിലെ പദാവലി പരിചയപ്പെടാം. ലാ തത്ലുബ് മിൻഹു. മിൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിൽ നിന്ന് നീ അന്വേഷിക്കരുത്, തേടരുത്. അൻ യുഖ്രിജക, നിന്നെ അവൻ പുറത്തെത്തിക്കാൻ, നിന്നെ അവൻ പുറപ്പെടുവിക്കാൻ, പുറത്തെത്തിക്കാൻ. മിൻ ഹാലത്തിൻ, ഒരവസ്ഥയിൽ നിന്ന്. ലിയസ്തഅമിലക, അള്ളാഹു നിന്നെ വ്യാപൃതനാക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ എൻഗേജ് ചെയ്യിക്കാൻ, പ്രവേശിപ്പിക്കാൻ എന്നർത്ഥം. ഫീമാ സിവാഹ, മറ്റൊരു അവസ്ഥയിൽ. ഈ അവസ്ഥയല്ലാത്ത മറ്റൊന്നിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരവസ്ഥയിൽ. അപ്പോൾ ഒരു അവസ്ഥയിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ച് അഥവാ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മറ്റൊരവസ്ഥയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കാൻ വേണ്ടി, മറ്റൊരവസ്ഥയിൽ നിന്നെ എൻഗേജ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ വ്യാപൃതനാക്കാൻ വേണ്ടി നീ അള്ളാഹുവോട് ചോദിക്കരുത്. കാരണം എന്താ അങ്ങനെ പറയാൻ കാരണം? ഫലൗ അറാദക, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്നെ അള്ളാഹു തആല ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ, ഒരവസ്ഥയിൽ നിന്ന് പുറപ്പെടുവിച്ച് മറ്റൊരവസ്ഥയിൽ പ്രവേശിപ്പിക്കാൻ, അഥവാ നിനക്കൊരവസ്ഥാന്തരം ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലസ്തഅമലക, അള്ളാഹു നിന്നെ അങ്ങനെ മറ്റൊരവസ്ഥയിൽ അള്ളാഹു നിന്നെ കുടിയിരുത്തും, അല്ലെങ്കിൽ നിന്നെ വ്യാപൃതനാക്കും, അതിൽ എൻഗേജ് ചെയ്യിക്കും. മിൻ ഗൈരി ഇഖ്റാജ്, ഇതിൽ നിന്ന് പുറപ്പെടുവിക്കാതെ തന്നെ. എന്താണ് ഈ പറയുന്നത്? മഹാനവറുകൾ ഈ 19ാമത്തെ ഹിക്മത്തിലൂടെ ഒരു മുരീദിൻ്റെ അല്ലെങ്കിൽ ഒരു സാലിക്കിൻ്റെ, ഒരു ആരിഫിൻ്റെ അദബ് ആണ് വിവരിക്കുന്നത്. കഴിഞ്ഞ 2 ഹിക്മത്തുകളിലൂടെ മൂപ്പര് തുടങ്ങിയതാണ്. കഴിഞ്ഞ 2 ഹിക്മത്തുകളും അഥവാ 17 ഹിക്മത്തുകളിലൂടെ അദ്ദേഹം പറഞ്ഞതും ഈ സാലിക്കിൻ്റെ അല്ലെങ്കിൽ മുരീദിൻ്റെ, ആരിഫിൻ്റെ അദബാണ്. ഐ അദബ് മാ അല്ലാഹ്, അള്ളാഹുവുമായി അവൻ പുലർത്തേണ്ട ഒരു സാലിക്ക്. സാലിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഒരു യാത്രികൻ, അള്ളാഹുവിലേക്ക് പുറപ്പെട്ട് കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടകൻ, ആരിഫ്. അവൻ അള്ളാഹുവുമായി പുലർത്തേണ്ട മര്യാദകളിൽപ്പെട്ട ഒരു പ്രധാന മര്യാദയാണ് ഈ 19ാമത്തെ ഹിക്മത്തിലും മഹാനവറുകൾ അനാവരണം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരു സാലിക്ക് എന്ന് എപ്പോഴും നമ്മൾ ഇതിൽ പറയുന്ന പദങ്ങളാണ്. ഈ പദങ്ങളൊക്കെ എല്ലാവർക്കും പരിചിതമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. സാലിക്ക് എന്ന് പറഞ്ഞാൽ സലക്ക, പ്രവേശിച്ചു, സാലിക് പ്രവേശിക്കുന്നവൻ, അള്ളാഹുവിലേക്കുള്ള വഴിയെ സഞ്ചരിക്കുന്ന ആളാണ് സാലിക്ക്. ആരിഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന അള്ളാഹു, പല പദങ്ങളാണെങ്കിലും ഓരോ പദത്തിൻ്റെയും മഫ്ഹൂമുകൾ വ്യത്യസ്തമാണെങ്കിലും പരസ്പര ബന്ധിതങ്ങളാണല്ലോ. അള്ളാഹുവെക്കുറിച്ച് അറിയുന്ന ആരിഫ്, ഇതൊക്കെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന വിവരങ്ങളോ നമ്മൾ സാധാരണ പറയുന്ന അറിവുകളോ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ അടുത്തുള്ള ധാരണകളോ ഒന്നും അല്ല പലപ്പോഴും ഈ ഒരു ഫന്നിൽ ഉണ്ടാവുക. വിശിഷ്യ കിതാബുൽ ഹൈക്കമിൽ ഹൈക്കമത്തുകളായിട്ട് മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാം. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ചർച്ചകളിലെന്നറിയാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണല്ലോ നമ്മുടെ ഈ പഠന പരമ്പര. അപ്പോൾ അവർ പറയുന്നത്, ഈ സാലിക്ക് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് യാത്ര പോകുന്ന ഈ ആരിഫ് എന്നൊക്കെ പറയുന്ന ഈ വ്യക്തി, ആ യാത്രികൻ, അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദ, അള്ളാഹുവുമായി അവൻ പുലർത്തേണ്ട ഒരു മര്യാദയാണ് അള്ളാഹുവിൻ്റെ ഇൽമും അള്ളാഹുവിൻ്റെ ഇറാദത്തും മശീയത്തും ഒക്കെ എന്താണോ അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളോ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെ ഇഷ്ടങ്ങളോ അഭീഷ്ടങ്ങളോ നമ്മുടെ തിരഞ്ഞെടുപ്പുകളോ നമ്മുടെ ഓപ്ഷൻസോ അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസോ ഒക്കെ അവിടെ വഴിമാറിക്കൊടുക്കണം. എന്തിനു വഴിമാറിക്കൊടുക്കണം? അള്ളാഹുവിൻ്റെ മശീയത്തിന്, അള്ളാഹുവിൻ്റെ ഇറാദത്തിന്, അള്ളാഹുവിൻ്റെ ഇഖ്തിയാറിന്.
അപ്പോഴാണ് അവൻ ശരിയായൊരു മുരീദാവുക, അവൻ സുലൂക്കിൻ്റെ അദബുകൾ പാലിച്ച സാലിക്കാവുക എന്നാണ് മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അള്ളാഹു താല ഒരു മുരീദിനെ, ഒരു ആരിഫിനെ, ഒരു സാലിക്കിനെ ഒരു അവസ്ഥയിൽ, ഒരു ഹാലത്തിൽ നിർത്തിയാൽ ആ സാലിക്കായിട്ട് അല്ലെങ്കിൽ ആ മുരീദായിട്ട് പിന്നെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു ചാടണമെന്ന് ആഗ്രഹിക്കുന്നതോ അഭിലഷിക്കുന്നതോ അത് പടച്ചവനോട് പറയുന്നതോ പോലും ശരിയല്ല എന്നാണ് പറയുന്നത്. പിന്നെന്താവും വേണ്ടത്? അവൻ കാത്തിരിക്കണം. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അതിൽ ആഗ്രഹിക്കാൻ പോലും പാടില്ല. കാത്തിരിക്കലും അല്ല ശരിക്കും വേണ്ടത്, കാത്തിരിക്കുകയല്ല, അതൊരു അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക, അതിൽ തൃപ്തനാവുക, അതിൽ റാളിയാവുക. അള്ളാഹു ഈ അവസ്ഥയിലാണ് എന്നെ വെച്ചതെങ്കിൽ ഈ അവസ്ഥ തന്നെയാണ് എൻ്റെ അവസ്ഥ. ഈ അവസ്ഥ മാറിയിട്ട് മറ്റൊരവസ്ഥയിലേക്ക് ഞാൻ പോകണമെന്നവർ ആഗ്രഹിക്കരുത് എന്നാണ്. അപ്പോൾ നമ്മളിപ്പം പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ധാരണകൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെയൊക്കെ ഉള്ള ഒരു ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെയുള്ള ആ ഒരു അവസ്ഥയല്ല ഈ ആരിഫ്യങ്ങൾക്ക് ഉണ്ടാവുന്നതും. അതുകൊണ്ടൊക്കെ നമ്മൾ സാധാരണക്കാരായി നമ്മളായിട്ട് തന്നെ തുടരുന്നത്. ഈ സാലിക്യങ്ങൾ, മുരീദന്മാർ, ആരിഫ്യങ്ങളൊക്കെ അവർ അള്ളാഹുവിലേക്കുള്ള വഴിയെ അവർ മേപ്പെട്ട് ഉയർന്ന് മേലോട്ട് പോകുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അതിൻ്റെതായ ആദാബുകളൊക്കെ പാലിക്കുമ്പോഴാണ് പടച്ചോൻ അവരെ ആ ഉന്നതങ്ങളിലേക്ക്, ആ മദാരിജുൽ വലിയായിലേക്ക് അള്ളാഹു അവർ കൂട്ടിക്കൊണ്ടുപോവുക. അത് പറഞ്ഞാൽ മനസ്സിലാവുന്നത് അദ്ദേഹം അവരാ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ആരിഫിൻ്റെ ആ ഒരു രീതിയിൽ, ആ ഒരു തലത്തിൽ നിന്നാണ് പറയുന്നത്. ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോടൊരു ഇഹ്തിഖാർ, അതല്ലെങ്കിൽ ഇസ്തിഹ്ഖാർ, അതൊരു നിസ്സാരാണെന്ന് തോന്നുക, അല്ലെങ്കിൽ ഇതിലപ്പുറമുള്ള അവസ്ഥയാണ് എനിക്ക് അഭികാമ്യം എന്ന് തോന്നുക, അത് പാടില്ല. അപ്പോൾ ഏതവസ്ഥയാണെങ്കിലും അങ്ങനെ ഇതിനേക്കാളും നല്ലത് മറ്റേതാണെന്നെങ്കിൽ അള്ളാഹു അങ്ങനെ ആക്കട്ടെ എന്നാണ് അവൻ്റെ മനസ്സുണ്ടാവേണ്ടത്. അവൻ്റെ മനസ്സിൻ്റെ വ്യാപാരം, മനസ്സിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ മനസ്സ് ആ രീതിയിലാണ് പക്വപ്പെടേണ്ടത്, അങ്ങനെ ചിന്തിക്കാൻ. ഈ അവസ്ഥയല്ല എനിക്ക് നല്ലത് എന്നാണ് പടച്ചോൻ തീരുമാനിക്കുന്നതെങ്കിൽ ആ പടച്ചോൻ തീരുമാനിക്കുന്ന സമയത്ത്, തീരുമാനിക്കുന്ന വേളയിൽ, തീരുമാനിക്കുന്ന മാത്രയിൽ, ആ അളവിലുള്ളത് നടക്കട്ടെ എന്ന് വെക്കുക എന്നല്ലാതെ നമ്മളതിൻ്റെ പിറകിൽ ഇങ്ങനെ കൂടാൻ പാടില്ല. നമ്മൾ ഏതവസ്ഥയിലാണോ, ഹാലത്തിലാണോ അള്ളാഹു നമ്മളെ നിലനിർത്തിയത് ആ അവസ്ഥയിൽ തന്നെ നമ്മൾ നിലനിൽക്കുക. നമ്മളായിട്ട് തൊലബ് ചെയ്യരുത്. ദുആയൊക്കെ തൊലബ് തന്നെയാണല്ലോ. അള്ളാഹുവോടുള്ള തേട്ടം എന്ന് പറഞ്ഞാൽ അന്വേഷണം, അള്ളാഹുവോട് ചോദിക്കുക, ഇത് മാറ്റണം എന്ന് നമ്മൾ പറയാം, അത് പാടില്ല. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ എന്ന് പറഞ്ഞതോ സൂറത്തുൽ ഇസ്രാ 80-ാമത്തെ ആയത്തിൽ. അത് അവിടെ ഉദ്ദേശം അൽ മുദ്ഖലു സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഹുവ അൻ തദ്ഖുല ഫീഹി ബില്ലാഹ് വൽ മുഖ്റജു സിദ്ഖ് അൻ തഖ്റുജ മിൻഹു ബില്ലാഹ്. ഒക്കെ അള്ളാഹുവിന് വിട്ടുകൊടുക്കുകയാണ്. അള്ളാഹുവെ, മുദ്ഖലു സിദ്ഖിലേക്ക് എന്നെ പ്രവേശിപ്പിക്കേണ്ടത് നീ, മുഖ്റജ് സിദ്ഖ് അതും നീ, എല്ലാം നിന്നെ കൊണ്ട്. ബില്ല ദുഹൂലും ഹുറൂജും, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള ഹുറൂജ്, ഒരവസ്ഥയിൽ നിന്നുള്ള ഹുറൂജ്, വേറൊരവസ്ഥയിലേക്കുള്ള ദുഹൂല് എന്ന് പറഞ്ഞാൽ ഇന്തിഖാൽ മിൻ ഹാല ഇലാ ഹാലത്തിൻ ഉഖ്റ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള ട്രാൻസ്ഫർ, ട്രാൻസ്മിഷൻ, ചേഞ്ച്, ഇതൊക്കെ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. അങ്ങനെ അള്ളാഹു തീരുമാനിക്കുന്നത് എന്തോ അതന്നെയാണ് ഏറ്റവും അഭികാമ്യം എന്ന് ഉൾക്കൊള്ളുക. നാവുകൊണ്ട് പറയാന്നുള്ളതല്ല, അത് ഉൾക്കൊള്ളുക. ആ ഒരു തലത്തിലേക്ക്, വിധാനത്തിലേക്ക് ഒരു മനുഷ്യൻ, ഒരു ആരിഫ് ഉയരുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥത്തിൽ അവൻ ആരിഫ് ബില്ല എന്നാവുക. അപ്പോൾ ഉദാഹരണം പറയാം, അവസ്ഥകൾ ഏത് ഉദാഹരണം പറയാം. അപ്പോൾ ഉദാഹരണം, ഒരു ആരിഫ് ബില്ല, അള്ളാഹുവിലെ ആരിഫായിട്ടുള്ള ഒരാൾ, അവന് ആയിസബാണെങ്കിൽ, അവിവാഹിതനാണെങ്കിൽ, അവന് സിവാജ്, കല്യാണം കഴിക്കുക എന്നുള്ള സുന്നത്തല്ലേ എന്ന് ചോദിച്ചാൽ സുന്നത്ത് തന്നെയാണ്. പക്ഷെ ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം, മഹാന്മാർ പറയുന്ന വർത്താനാണ് നമ്മൾ പറയുന്നത് കേട്ടോ, അന്ന് പറയാൻ തന്നെ നമുക്ക് അതിൻ്റെതായ ഒരു അർഹത ഉണ്ടായിട്ടല്ല. അവരുടെ ചർച്ചകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു യജ്ഞമാണല്ലോ, ഒരു ചെറിയ എളിയ പരിശ്രമമാണല്ലോ ഈ കിതാബുൽ ഹിക്കം പഠന പരമ്പര തന്നെ. അപ്പോൾ ഒരു മുത്തസവ്വിജ് ആണെങ്കിൽ അവൻ്റെ ഹാലത്ത് ഇപ്പോൾ മുത്തസവ്വിജാണ്, അഥവാ വിവാഹത്തിലിരിക്കുന്ന ആളാണെങ്കിൽ അവൻ പിന്നെ ഫിറാഖിനെ കുതിച്ചു പോകാം. അതായത് തൊലാഖും ഫിറാഖും, എനിക്ക് വിവാഹ ജീവിതം എനിക്ക് ഭാരമാണ്, എനിക്ക് തടസ്സമാണ്, എനിക്കൊരു പെണ്ണും പെരിച്ചാഴിയൊന്നും ഇല്ലാത്ത, കുട്ടികളും കുഞ്ഞുകുട്ടി പരാധീനതകളൊന്നും ഇല്ലാത്തൊരു സ്വതന്ത്ര ജീവിതമാണ്, എനിക്ക് ഇബാദത്തെടുക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകേണ്ടത്. അവനിപ്പോൾ മുത്തസവ്വിജാണെങ്കിൽ ഈ ഹാലത്തു സിവാജിൽ തന്നെ അവൻ നിൽക്കുക. അവനായിട്ട് പിന്നെ അത് പുറത്തിയാടാൻ വേണ്ടിയുള്ള വ്യഗ്രത കൊള്ളാൻ പാടില്ല. ഇനി അവൻ മുത്തസവ്വിജ് അല്ലെങ്കിൽ, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ, അവൻ ആസിബാണ്, ആസിബ് എന്നൊക്കെ പറയും, അവിവാഹിതൻ, ബാച്ചുലർ ആണെങ്കിൽ അവൻ പെട്ടെന്നൊരു മാരീഡ് ലൈഫിലേക്ക് മാറണം എന്ന് അവൻ ആഗ്രഹിക്കുകയോ അതിനോട് കുറച്ചവനോട് തൊലബ് ചെയ്യുകയോ പാടില്ല. അവൻ മരീളാണെങ്കിൽ, പറയുമ്പോൾ നമുക്ക് ഗരീബായി തോന്നും പല വിഷയങ്ങളും, എന്നാലും ഇങ്ങനെയാണ് മഹാന്മാരുടെ വിഷയത്തിലുള്ള ചർച്ച. അതാണ് ഷെയ്ഖ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഹിക്മത്തിലൂടെ പറയുന്നതും. മരീളാണെങ്കിൽ, രോഗിയാണെങ്കിൽ, ഉടനടി എൻ്റെ ഈ രോഗം മാറണം, എനിക്ക് സിഹത്ത്, ആരോഗ്യം ഉണ്ടാവണം എന്നവൻ കൊതിക്കാൻ പാടില്ല. പിന്നെ ആരിഫാണെങ്കിൽ അവൻ ആ അവസ്ഥയിൽ അത് സംതൃപ്തനാണ്. പരിഫായ് ഷെയ്ഖൊക്കെ
ഭയങ്കര ദുആക്കിജാബത്തുള്ള മഹാനായിരുന്നു. ഒരുപാട് ആളുകളൊക്കെ രോഗികളൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരും. ഒരൊറ്റ ദുആ കൊണ്ട് തന്നെ അവർക്ക് ശിഫയൊക്കെ കിട്ടും. പക്ഷേ മഹാനവർകൾ ചിലപ്പോൾ രോഗിയായി എത്രയോ വർഷങ്ങളോളം രോഗിയായി കിടക്കുമ്പോൾ ആ രോഗിയായിട്ട് തന്നെയാണ്. അപ്പോൾ അവരോട് ചോദിക്കും ചില അസ്ഹാബികൾ അല്ലെങ്കിൽ ചില മുരീദന്മാരോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ അനുയായികളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങളെ ദുആ കൊണ്ട് ഞങ്ങൾക്കൊക്കെ രോഗശമനം കിട്ടുന്നു, നിങ്ങൾക്കോ? അപ്പോൾ അദ്ദേഹം ഒരു പുഞ്ചിരിയിൽ ഒതുക്കുകയാണ്. അപ്പോൾ കുറച്ചോട് ചോദിക്കൂല അവർ അങ്ങനത്തെ ആൾക്കാർ പിന്നെ അള്ളാഹിനോട് ചോദിച്ചിട്ട് രോഗം മാറ്റിത്തരണേ എന്നൊരു ചോദിക്കൂല. അത് ആ ഹാലത്തുൽ മറളാണ് അള്ളാഹു അവർക്ക് ഇസാർ ചെയ്തതെങ്കിൽ, തെരഞ്ഞെടുത്ത് കൊടുത്തതെങ്കിൽ അതന്നെ. അത് പിന്നെ പടച്ചോനായിട്ട് മാറ്റുമെങ്കിൽ മാറ്റുക എന്നല്ലാതെ അവരായിട്ട് പിന്നെ അതിൽ ഇടപെടൂല. അള്ളാഹുവിൻ്റെ ഇറാദത്ത്, പടച്ചോൻ്റെ മഷീയത്ത്, അള്ളാഹു എനിക്ക് ഇഖ്തിയാർ ചെയ്തത് ഇതാണെങ്കിൽ അതന്നെ ആയിക്കോട്ടെ. അത് അള്ളാഹ് മാറ്റുകയാണെങ്കിൽ മാറ്റട്ടെ. എനിക്ക് രോഗമാണ് പടച്ചോൻ തിരഞ്ഞെടുത്തതെങ്കിൽ അതാണ് എനിക്കിഷ്ടം. അതെനിക്ക് ആ രോഗം മാറി ശമനാവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ സൗഖ്യം വേണമെന്നവർ ആഗ്രഹിക്കണില്ല. അവർ ഇതിൽ സംതൃപ്തരാണ്. അപ്പോൾ മറവാണെങ്കിൽ, രോഗിയാണെങ്കിൽ ആ രോഗാവസ്ഥ മാറിയിട്ട് ആരോഗ്യസ്ഥിതിയിലേക്ക് മാറണമെന്നോ, ഞാൻ ആരോഗ്യമുള്ള സ്ഥിതിയാണെങ്കിൽ അത് മാറിയിട്ട് എനിക്ക് രോഗിയാവണമെന്നോ ഒന്നും അവർ ആഗ്രഹിക്കാൻ പാടില്ല ആരിഫ്. അതുപോലെ ഖനിയാണെങ്കിൽ ഓൻ ഫക്കീറാവണമെന്നോ, ഫക്കീറാണെങ്കിൽ ഖനിയാവണം എന്നുള്ള ആഗ്രഹം പാടില്ല. അതുപോലെ അന്യ നാട്ടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ നിന്ന് അകന്ന് ദൂരേതോ ഗരീബായിട്ട് പരദേശിയായിട്ട് കഴിഞ്ഞു പോവാണ്, എനിക്ക് എൻ്റെ നാട്ടിലെത്തണമെന്നോ ആഗ്രഹിക്കണില്ല. ഈ ഹാലത്ത് പറഞ്ഞ ഹാലത്തുൽ ഗുർബത്താണ്. പരദേശിയായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അതിൽ തന്നെയാണ് അവൻ ഹാപ്പി ആവേണ്ടത്. അതിൽ സാറ്റിസ്ഫൈഡ് ആവണം, മുർത്താഹ് ആവണം. അതുപോലെ നാട്ടിലാണെങ്കിൽ എനിക്ക് നാടും വീടും വിട്ടിട്ട് ഞാൻ മുസാഫിറായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പിന്നെ എന്താ പറയുക, ഒരു മിസ്കീനായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ, ഒരു ഇങ്ങനെ പിന്നെ ഹായുമായി ഇങ്ങനെ കറങ്ങിത്തിരിയുന്ന ഒരു അങ്ങനെ അങ്ങനെയില്ല. പടച്ചോ അങ്ങോട്ട് എത്തിക്കുമ്പോൾ മാത്രം മാറുക. അപ്പോൾ മുസാഫിറെങ്കിൽ മുഖൈമാവണം എന്ന് ആഗ്രഹിക്കുകയോ, മുഖൈമെങ്കിൽ മുസാഫിറാണെന്ന്, റെസിഡൻറ്റ് മുഖൈം എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ആൾ, സ്ഥിരതാമസക്കാരൻ. മുസാഫിർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് യാത്രക്കാരനായിട്ടുള്ള ആൾ, അങ്ങനെയൊന്നും അവർ ആഗ്രഹിക്കാൻ പാടില്ല. അതുപോലെ നാട്ടുകാർക്കിടയിൽ നല്ല ഉഗ്രപ്രതാപിയായ അവസ്ഥയിലാണെങ്കിൽ, അസീസൻ എന്തന്നാസ് ആണെങ്കിൽ എനിക്കിതൊന്നും വേണ്ട, ഞാൻ ജനങ്ങൾക്കിടയിൽ നിസ്സാരണാവണം എന്നുള്ളത് ഇല്ലത്തിൻ്റെ ഒരു ഹാലത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാറില്ല. തിരിച്ചും ആളുകൾക്കിടയിൽ അങ്ങനെ മഹ്മൂലാണ് അല്ലെങ്കിൽ ദലീലാണ്, ആളുകൾക്കിടയിൽ സ്ഥാനവും മാനും മഹത്വമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ അവൻ്റെ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ്, ജനങ്ങൾക്കിടയിലുള്ള സ്ഥാനമൊക്കെ കുറവാണെങ്കിൽ ഇതൊക്കെ മാറിയിട്ട് ഒരു ഇജ്ജത്തിലെ അവസ്ഥയിലേക്ക് മാറണം. ഇങ്ങനെ ഹവാലുകൾ ഞാൻ ഒരു ഉദാഹരണങ്ങൾ കുറച്ച് പറഞ്ഞു എന്നുള്ളൂ. ഒരു ഹാലിൽ നിന്ന്, ഒരു ഹാലത്തിൽ നിന്ന് മറ്റൊരു ഹാലത്തിലേക്കുള്ള ഇന്തിഖാൽ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം അവനൊരിക്കലും ചോദിക്കരുത്. ലാ തത്ലുബ് മിൻഹു, അള്ളാഹുവോട് നീ ചോദിക്കരുത്. അൻ യുഖ്രിജക, അവൻ നിന്നെ പുറത്തു കൊണ്ടുവരണമെന്ന്, മിൻ ഹാലത്തിൻ്റെ ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് എന്നർത്ഥം. അവിടെ അണ്ടർസ്റ്റുഡ്. അലി യസ്താമിലക ഫീമാ സിവാഹ, വേറെ ഒരു അവസ്ഥയിൽ, ഈ അവസ്ഥയല്ലാത്ത മറ്റൊന്നിൽ അള്ളാഹു നിന്നെ വ്യാപൃതരാക്കാൻ, ഇസ്തിഅമാൽ ചെയ്യാൻ, അതിൽ നിന്നെ എൻഗേജ് ചെയ്യിക്കാൻ, ഈ അവസ്ഥയിലാക്കാൻ. ഫലോ അറാദൊക്കെ, കാരണം അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇസ്തഅമലക മിൻ ഗൈരി ഇഖ്റാജ്, നമ്മളാവശ്യപ്പെടാതെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറപ്പെടുവിക്കാതെ തന്നെ അള്ളാഹു തആലാക്ക് അതിൽ നിന്നെ എൻഗേജ് ആക്കാൻ വേണ്ടി കഴിയുമല്ലോ. അപ്പോൾ മനുഷ്യൻ എപ്പോഴും എന്താ, ഈ മുരീദായ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിലേക്ക്, നേരത്തെ ആയത്തിൽ പറഞ്ഞ പോലെ അള്ളാഹുവിലേക്ക് മുതവജ്ജിഹാവുക. അള്ളാഹു എന്താണോ തനിക്ക് ഈസാർ ചെയ്തത് അതുമാത്രം. അപ്പോൾ ഒരു മഹാന്മാർ ഉദാഹരണം പറഞ്ഞത് അവൻ ഏതുപോലെ ആവണമെന്നറിയോ? പിന്നെ അവനൊരു മയ്യത്ത്, ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ബൈന യദയിൽ ഗാസിൽ ഹാലത്തുൽ മയ്യത്ത് എന്താ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ മൗത്തായി കഴിഞ്ഞാൽ ആ മയ്യത്തിനെ മനുഷ്യന്മാർ കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്ത് എന്തെങ്കിലും ഇടപെടുമോ? ചുടുവെള്ളമാണ് ഒഴിക്കുന്നത്, തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്, നല്ല വെള്ളമാണ് ഒഴിക്കുന്നത്, ഒന്നും മയ്യത്തിന് ഇടപെടുന്നില്ലല്ലോ. മയ്യത്ത് അങ്ങനെ അത്രയും എന്ന് പറഞ്ഞാൽ, അതൊരു ഉദാഹരണം പറയാം, അതിൻ്റെ അങ്ങേയത്തെ, അതിൻ്റെ ഏറ്റവും എന്താ പറയുക, ആ കാര്യം മനസ്സിലാകുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. അവൻ യകൂനക്കൽ മയ്യിത്ത് ബൈന യദയ്യൽ ഗാസിൽ, വേറെ ചില മഹാന്മാർ പറയാം യകൂനക്കൽ കലം ബൈനൽ അസാബിഅ, വിരലുകൾക്കിടയിലുള്ള പേന പോലെ. ഈ വിരലുകൾ എങ്ങനെയാണോ പിടിക്കുന്നത് അങ്ങനെ പേന ഉണ്ടാവുക, അങ്ങനെ പേന നിൽക്കുക. പേനക്ക് സ്വന്തമായിട്ട് ഒരു അനക്കല്ലല്ലോ, പേന അനങ്ങൂലല്ലോ, കാരണം അത് മൃതമായി കിടക്കല്ല, അത് പേനക്ക് ഹയാത്തില്ലല്ലോ എന്നർത്ഥം, ജീവല്ലാത്ത വസ്തുവാണല്ലോ. അതുപോലെ ഒരു മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആളുകൾ കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്തിന് എന്തെങ്കിലും ഇഖ്തിയാറുണ്ടോ? തിരിഞ്ഞു കിടക്കണമെന്നോ മറഞ്ഞു കിടക്കണമെന്നോ? ഒന്നുമില്ല. അങ്ങനെ ഇങ്ങോട്ട് മറിച്ചിട്ടാ ഇങ്ങോട്ട്, അങ്ങോട്ട് മറിച്ചിട്ടാ അങ്ങോട്ട്, തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം, ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം, ഒരു കൂടാണെങ്കിൽ ഒരു കൂടം, 10 കൂടാണെങ്കിൽ 10 കൂടം, ഇതിലൊന്നും ഇടപെടാതെ മയ്യത്ത് അവിടെ കിടക്കുകയാണ്, അത്രയും ഇനാക്റ്റീവായിട്ട്, പാസീവായിട്ട്. ഇതുപോലെ നമ്മൾ പാസീവ് ആവണം. അള്ളാഹുവിൻ്റെ ഇഖ്തിയാറിൻ്റെ മുമ്പിൽ മനുഷ്യൻ പാസീവ് ആവുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരത്തിലുള്ള ഒരു ആക്റ്റീവ് റോളും നമുക്കില്ലാന്ന് മനസ്സിലാക്കുക. മഹാനായ ഷെയ്ഖ് അബ്ദുൽ കരീമുൽ ജീലി എന്ന മഹാൻ, അൽ ഇൻസാനുൽ കാമിൽ ഫി മാരിഫത്തിൽ ലവാഇൽ വൽ ലവാഖിർ എന്ന ആത്മജ്ഞാന കൃതിയുടെ ഗ്രന്ഥകർത്താവൊക്കെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അറാനീയകൽ ആലാതി വഹുവ മുഹർരികി
അനാ കാലമുൻ വല്ലിഖ്തിദാറു അസാബിഉ. ഈ ഒരർത്ഥത്തിലാണ് ആ പറഞ്ഞത്. അറാനി ഔ ഉറാനി രണ്ട് വായിച്ചാലും കുഴപ്പമില്ല. ഞാൻ എന്നെ കാണുന്നത്, അറാനി ആണെങ്കിൽ അള്ളാഹു എന്നെ കാണിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്നെ കാണുന്നു എന്നൊക്കെ അർത്ഥം വെക്കാം. അറാനിയക്കൽ ആലാത്തി, ഞാൻ വെറും ഒരു ഇൻസ്ട്രുമെന്റുകളെ പോലെയാണ് ഞാൻ എന്നെ കാണുന്നത്, അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കൽ എന്നെ കാണിച്ചു തന്നു ഒരു ഇൻസ്ട്രുമെന്റ് പോലെ. വഹുവ മഹരിക്ക്, അള്ളാഹുവാണ് മഹരിക്ക്, എൻജിൻ അല്ലെങ്കിൽ എന്നെ അനക്കുന്നവൻ മഹരിക്ക് അള്ളാഹുവാണ്. അള്ളാഹു എന്നെ തഹരീക്ക് ചെയ്യുന്നു, ഞാൻ ഇളകുന്നു, ഞാൻ വെറും ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം. അതാണ് ഈ പേന എന്ന് പറഞ്ഞത്. അനാ കാലമുൻ, ഞാനൊരു പേനയാണ്. വൽ ഇഖ്തിദാർ എന്ന് പറഞ്ഞാൽ അഖ്ദാർ എന്നർത്ഥം, അള്ളാഹുവിൻ്റെ കതിറുകൾ. ആ കതിറുകൾ അസാബി, റബ്ബിൻ്റെ കതിറുകളാണ് വിരലുകൾ. അള്ളാഹുവിൻ്റെ കതിറുകളാകുന്ന വിരലുകൾക്കിടയിൽ പിടിച്ച പേന കണക്കെ ഞാൻ നിസ്സാരനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്കൊരു റോളും ഇല്ല, അത്രയും പാസീവാണ്, ഇതിനൊക്കെ വിധേയനാണ്, വിധേയപ്പെട്ട് കഴിയുന്നവനാണ് എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 68-ാമത്തെ ആയത്തിൽ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ മാ കാന ലഹുമുൽ ഖിയറ എന്നൊരു പരാമർശമുണ്ട്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, നിന്റെ രക്ഷിതാവ് അള്ളാഹുവാണ് ഉദ്ദേശിക്കുന്നതൊക്കെ പടക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും. മാ കാന ലഹുമുൽ ഖിയറ, നമുക്കതിൽ ഒരു ചോയ്സും ഇല്ല. അപ്പൊ അടിമ മുഖയ്യറല്ലേ, മുഖയ്യറാണോ എന്നുള്ള ചർച്ചയൊന്നുമല്ല ഇവിടെ പറയുന്നത്. അള്ളാഹു താല കാര്യങ്ങളൊക്കെ റബ്ബാണ് മുഹർരിക്ക്. യഫ്അലു മാ യശാ ഫഅാലുൽ ലിമാ യുരീദ് എന്ന് പറഞ്ഞില്ലേ, ഫഅാലുൽ ലിമാ യുരീദ് വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന് സൂറത്തുൽ ഇൻസാൻ 30-ാമത്തെ ആയത്തിൽ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാൻ കഴിയൂല എന്ന് പറയുന്നതും ഇതേ ആശയം തന്നെ. മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബിക്ക് അള്ളാഹു താല വഹയ്യ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യാ ദാവൂദ് തുരീദു വ ഉരീദ് വലാ യകൂനു ഇല്ലാ മാ ഉരീദ്. ദാവൂദ് നബിയെ, നിങ്ങൾ ചിലതൊക്കെ ഉദ്ദേശിക്കുന്നു, ഞാനും ചിലതൊക്കെ ഉദ്ദേശിക്കുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നല്ല കേൾക്കേണ്ടത്. വലാ യകൂനു ഇല്ലാ മാ ഉരീദ്, ഞാൻ വിചാരിച്ചതെന്തോ അതേ നടക്കൂ. നിങ്ങൾ വിചാരിച്ചതൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം, പക്ഷെ ഞാൻ ചിലത് വിചാരിക്കും, ഞാൻ വിചാരിച്ചത് നടക്കും, നിങ്ങൾ വിചാരിച്ചത് നടക്കൂല. യാ ദാവൂദു തുരീദു വ ഉരീദു വലാ യകൂനു ഇല്ലാ മാ ഉരീദ് ഫഇൻ സല്ലംത ലീ മാ ഉരീദ് അതൈതുക ബിമാ തുരീദ്. നിങ്ങൾ എനിക്ക് പൂർണ്ണമായും സമർപ്പിച്ചാൽ, ഫഇൻ സല്ലംതനി, നിങ്ങൾ എനിക്ക് സമർപ്പിച്ചാൽ, മാ ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് സമർപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങളൊക്കെ ബലിയർപ്പിച്ചുകൊണ്ട് എൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ എൻ്റെ മുറാദ് അല്ലെങ്കിൽ എൻ്റെ തഖ്ദീർ എന്താണോ അതിനുവേണ്ടി നിങ്ങൾ സമർപ്പണം ചെയ്താൽ, അതൈതുക ബിമാ തുരീദ്, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അത് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു. വൈല്ലം തുസല്ലിം ലീമാ ഉരീദ്, ഇനി ഞാൻ ഉദ്ദേശിച്ചതിന് നിങ്ങൾ സമർപ്പണം ചെയ്യുന്നില്ല എങ്കിൽ അതാപ്തുക ഫീമാ തുരീദ്, ഞാൻ നിങ്ങളെ ക്ഷീണിപ്പിക്കും. അതാപ്തുക ഫീമാ തുരീദ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നിങ്ങൾ മലങ്ങും എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ കിടന്ന് ഇടങ്ങാറാവും, നിങ്ങൾ ക്ലേശപ്പെടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്നാൽ ഉടവസാനം എൻഡ് ഓഫ് ദ ഡേ നടക്കലെന്താ? ഉടവസാനം നടക്കലോ വലാ യകൂനു ഇല്ലാ മാ ഉരീദ്, ഞാൻ വിചാരിച്ചു തന്നെ നടക്കുകയുള്ളൂ എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു താല വഹയിലൂടെ ബോധനം ചെയ്തു എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ തന്നെയാണ്. ഒരു മുരീദ് ഈ വിഷയം ഉൾക്കൊള്ളുന്നു, ഒരു ആരിഫ് അല്ലെങ്കിൽ ഒരു സാലിക്ക് ഈ വിഷയം കൃത്യമായി ഉൾക്കൊള്ളുന്നു. തദടിസ്ഥാനത്തിൽ അവൻ്റെ മനസ്സിനെ അവൻ പാകപ്പെടുത്തുന്നു. നമ്മൾ ഉദ്ദേശിക്കും, അള്ളാഹ് ഉദ്ദേശിക്കും, അള്ളാഹ് ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ ഉദ്ദേശങ്ങളെ അള്ളാഹുവിന് സമർപ്പിച്ചാൽ നമ്മളെ ഉദ്ദേശത്തിലേക്ക് അള്ളാഹ് അങ്ങോട്ട് കൊണ്ടുവരും. നമുക്ക് ഇല്ലെങ്കിലോ നമ്മളിതിൽ ക്ഷീണിക്കും, നമ്മളിതിൽ ക്ലേശിക്കും നമ്മളെ ഉദ്ദേശമായിട്ട്. പക്ഷെ നടക്കൽ എന്തേ ഉണ്ടാവുള്ളൂ, അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ 4788 പരിശുദ്ധ ഹദീസായിട്ട് പറയുന്നു, ജഫൽ ഖലം ബിമാ അൻത ലാഖ്, നിങ്ങൾ എന്താണോ കണ്ടുമുട്ടാൻ പോകുന്നത് എന്നോ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്, നേരിടാൻ പോകുന്നത്, ആ വിഷയത്തിൽ കലം, അത് അള്ളാഹുവിൻ്റെ കലം ഉറച്ചിട്ടുണ്ട്. ജഫത്തിൽ കലാം റുഫിയാത്തിൽ കലാം ജഫത്തി സുഹഫ് എന്ന് പറഞ്ഞില്ലേ, അതന്നെ. റുഫിയാത്തിൽ കലാം, പേനകൾ ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വജഫത്തി സുഹഫ്, ഏടുകൾ ഉണങ്ങുകയും ചെയ്തിരിക്കുന്നു. മഷി ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഖുദിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയ, അതൊക്കെ തീരുമാനമായിപ്പോയി. ജഫൽ ഖലം ബിമാ അൻത ലാഖ്, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായിട്ടുള്ള വചനം. ഇമാം ഷെയ്ഖ് അഹമ്മദുൽ യമാനി എന്നവർ പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹത്തോട് ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ശരിയായ വിലായത്ത്, ഹഖീഖത്തുൽ വിലായ എന്താണ്? അദ്ദേഹം കൊടുത്ത മറുപടി, ഹഖീഖത്തുൽ വിലായ ഹുവ, എന്താണ് ശരിയായ വിലായത്ത് എന്ന് പറഞ്ഞാൽ, ഇദാ കാന സാഹിബുഹ ജാലിസം ഫിൽ ളിൽ, ഒരു ഉദാഹരണ സഹിതം അദ്ദേഹം പറയാം.
ശരിയായ വിലായത്ത് എന്ന് പറഞ്ഞാൽ വിലായത്തിന്റെ ഉടമ ശരിയായ വലിയ അവൻ തണലിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇദാ സാഹിബുഹാ ജാലിസൻ ഫി ളിൽ ലാ തഷ്തഹി നഫ്സുഹു അൽ ജുലൂസ ഫി ഷംസ്, വെയിലത്തിരിക്കണം എന്ന് അവന് പിന്നെ ആഗ്രഹിക്കൂല. വൈദാ ജാലിസൻ ഫി ഷംസ് ലാ തഷ്തഹി നഫ്സുഹു അൽ ജുലൂസ ഫി ളിൽ, തണലിലാണ് ഇരിക്കുന്നതെങ്കിൽ വെയിലത്തേക്ക് അങ്ങ് മാറണമെന്നോ, വെയിലിലാണ് അള്ളാഹുവിനെ ഇരുത്തിയതെങ്കിൽ തണലത്തേക്ക് മാറണമെന്നോ അവന്റെ നഫ്സ് ആഗ്രഹിക്കൂല. അതൊരു ഉദാഹരണമായിട്ട് പറയാണ്. ഈ തണല് വെയിൽ എന്നുള്ളത് വെറും തണലും വെയിലും എന്ന അർത്ഥത്തിലല്ല, ഒരു മെറ്റഫറിക്, എന്താ പറയാ, ഒരു മജാസിയായ ഒരു ഉദാഹരണമായി ആലങ്കാരികമായി പറയുന്നു എന്ന് മാത്രം. എല്ലാ അവസ്ഥകളും. വഖാല ഷെയ്ഖ് അലി അൽ ഇമ്രാനി റഹിമഹുല്ല പറയാണ്, ശരിയായ കാമിലായ ഒരു വലിയന്റെ വസ്ഫ് എന്ന് പറഞ്ഞ അല്ലാ യകൂന മുഹ്താജൻ ഇല്ലാ ഇലൽ ഹാലില്ലദീ യുഖീമുഹു ഫീഹി മൗലാഹു ഫിൽ വഖ്ത്, അവന് ആ അവസ്ഥയിൽ, ദ മൊമെന്റ് എന്ന് പറയില്ല, ആ അവസ്ഥ, ഓരോ അവസ്ഥയിലും അവൻ ഏതവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറണം എന്ന ഒരു ആഗ്രഹം തന്നെ അവനില്ലാതിരിക്കുക. അങ്ങനത്തെ ഒരു ആവശ്യം അവനുണ്ടായിരിക്കും. അല്ലാ യകൂന മുഹ്താജൻ ഇല്ലാ ഇലൽ ഹാലില്ലദീ യുഖീമുഹു ഫീഹി മൗലാഹു, അവന്റെ മൗലയായ തമ്പുരാനായ യജമാനായ അള്ളാഹു അവൻ ഏതവസ്ഥയിലാണോ നിലനിർത്തിയത് ആ അവസ്ഥയല്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് അവൻ ആവശ്യമില്ലാതിരിക്കുക. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഒരു ഹാലത്തിൽ നിന്ന് മറ്റൊരു ഹാലത്തിലേക്കുള്ള, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം ഒരിക്കലും അവൻ തൊലവ് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അവർ നിലവിലുള്ള ഈ അവസ്ഥ ശറഅന് വിരുദ്ധമല്ലാത്ത അവസ്ഥയാകുമ്പോഴാണ്. ശരീഅത്തിന് വിരുദ്ധമായ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ മുരീദ് സാലിക്ക് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്മാരാണല്ലോ, മഅസൂമൊന്നും അല്ലല്ലോ, പാപസുരക്ഷിതരൊന്നുമല്ല, അമ്പിയാക്കളൊന്നും അല്ല. അപ്പൊ സാധാരണ മനുഷ്യനാണ്, ആ അർത്ഥത്തിൽ മനുഷ്യനാണ്. അവനൊരു തെറ്റായ ഒരു മാസിയത്തിന്റെ അവസ്ഥയിലാണ്. ഇപ്പൊ തർക്കു സംസ്കാരം ഒഴിവാക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാസികത്തിൽ ഒരു കുറ്റം, ഒരു തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ അള്ളാഹു എന്നെ നിലനിർത്തിയത് ഈ അവസ്ഥയിലാണ്, ഈ ഹാലത്തിലാണ്. അതുകൊണ്ട് ഈ ഹാലത്തിൽ നിന്ന് മറ്റൊരു ഹാലത്തിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തുകൊണ്ട് നന്നാവുക എന്നുള്ളത് എനിക്ക് പറഞ്ഞല്ല. കാരണം അള്ളാഹ് എന്നെ ഈ അവസ്ഥയിൽ നിലനിർത്തി എന്ന് പറഞ്ഞ അവസ്ഥയിൽ തുടരരുത്, അത് തെറ്റാണ്, അത് അർത്ഥത്തിലല്ല, അത് പറയേണ്ട ആവശ്യമല്ല. എന്നാലും ഓർക്കേണ്ട ഒരു കാര്യമാണത്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ഒരിക്കലും മാസിയത്തിന്റെ ഒരു അവസ്ഥയിലാണ്, ഈ ഹാലത്തിലാണുള്ളതെങ്കിൽ ഉടനടി ഫി അസ്റാ വഖ്തിൻ മുംകിൻ എന്താക്കണം, ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് തൗബ ചെയ്തുകൊണ്ട് സലാഹിന്റെ, നന്മയുടെ, ഖൈറിന്റെ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറണം. അപ്പൊ മാസിയത്തിന്റെ അവസ്ഥ ശരീഅത്തിനോട് വിരുദ്ധമല്ലാത്ത ഒരവസ്ഥ എന്ന രീതിയിലാകുമ്പോഴാണ് നമ്മൾ നേരത്തെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതാണ് ദിന, ഫഖർ, അതുപോലെ മറദ്, സിഹത്ത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, സഫർ, ഇഖാമത്ത്, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അള്ളാഹുവിന്റെ ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത ഒരവസ്ഥയിലാണ് അവനുള്ളതെങ്കിൽ ആ അവസ്ഥ വിട്ട് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റം അവനായിട്ട് പിന്നെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവനായിട്ട് ചോദിച്ചുണ്ടാക്കാൻ പാടില്ല, ആഗ്രഹിക്കാനും പാടില്ല. അതിലൊക്കെ അവൻ പടച്ചോനെ വിട്ടുകൊടുക്കുക. പിന്നെ മഹാന്മാർക്ക് ചില ഇഷാറത്തുകളൊക്കെ കിട്ടും. അതും മഹാന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അവർക്ക് ഇഷാറാത്ത് ഉണ്ടാവും. അതുപോലെ അവർക്ക് ചില ഹവാത്തിഫ് എന്നൊക്കെ പറയുന്നതിന് ഒരു ഉൾവിളികൾ, ചിലപ്പോൾ ഉൾവിളി ആവില്ല, പുറംവിളി തന്നെ ആയിരിക്കും. ഹവാത്തിഫ് ഹെസ്സി തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹവാത്തിഫ് മാനവി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു കോൾസ് അവർക്ക് കിട്ടും, അവരെ വിളിച്ചു പറയൽ, അവർക്കൊരു ഉൾബോധനമാവാൻ ചിലപ്പം, അല്ലെങ്കിൽ ഉൾബോധനമല്ലാതെ ഒരാൾ വിളിച്ചു പറയുന്ന പോലെ തന്നെ അവർക്ക് അങ്ങനെ തന്നെ ഒരു വിളിയാളക്കാരുണ്ട്, മുനാദി, നാദാ മുനാദീൻ, ഒരു മുനാദി വന്നുകൊണ്ട് അവരെ വിളിച്ചു പറയുന്ന അവസ്ഥയിൽ നിന്ന് അവസ്ഥയിലേക്ക് മാറുക, ഇന്ന സ്ഥിതിയിൽ നിന്ന് സ്ഥിതിയിലേക്ക് മാറുക. അങ്ങനെയുള്ള ചില സിഗ്നൽസ് അവർക്ക് കൃത്യമായി ലഭിക്കും ആ ഒരു ദർജയിലേക്ക് എത്തുമ്പോൾ. തുടക്കത്തിലൊന്നും അല്ലെങ്കിലും മേലോട്ട് പോകുമ്പോൾ അവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും, ഓരോ അവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്കുള്ള മാറാനുള്ള സിഗ്നൽസൊക്കെ അവർക്ക് കിട്ടും. ഹവാത്തിഫുകൾ, വിളികൾ അവർക്ക് വരും. അത് ഉൾവിളികളാവാ, ഹവാത്തിഫ് മിനൽ ബാത്തിനാവാ, അല്ലെങ്കിൽ ഹവാത്തിഫ് മിനൽ ഖാരിജാവാ. ഉൾവിളികളാവാ, ഹവാത്തിഫ് ഹിസ്സിയായ മാനവിയാവാ. ഇങ്ങനെയുള്ള ഹവാത്തിഫ് വിളി വരുമ്പോൾ, അല്ലെങ്കിൽ ചില ഇഷാറാത്ത് കിട്ടുമ്പോൾ, സിഗ്നൽസ് കിട്ടുമ്പോൾ, ഇർഷാദാത്ത്, താലിമാത്ത്, തൗജിഹാത്ത്, ഡയറക്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് അതിലൊക്കെ തസറുഫ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥകളിലുള്ള മാറ്റങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. അവരുടെ തസറുഫാത്ത് എന്ന് പറയില്ല, അവരുടെ ഏത് കാര്യത്തിലും അവരുടെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ എന്താ അള്ളാഹുവിൻ്റെയും റസൂൽ ബിദിനും മിൻ അള്ളാഹി വ റസൂലി, ആ ഒരു സമ്മതപ്രകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവർ ജംഇന്റെ അവസ്ഥയിലുള്ളവർക്ക് പിന്നെ ഫറക്കില്ലല്ലോ. ജംഇന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിയായി മുരീദ് സാലിക്ക് അള്ളാഹുവിലേക്കാണ്ട് ജംഇ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഫറക്കായിട്ട് വേർപിരിയല്ല, പിന്നെ ആ ജംഇലേക്ക് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഫറക്കാകുന്നെങ്കിൽ തന്നെ ജമ്മിന്റെ അവസ്ഥയാണ്. അതൊക്കെ അങ്ങനെയുള്ള കുറേ മുസ്തലഹാത്താണ്. ഇൻഷാ അല്ലാഹ് മഹാനവർകൾ അത്തരം വഴികളിലൂടെയൊക്കെ നമ്മൾ ഈ കിതാബുൽ ഹിക്കമിലൂടെ കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം നമുക്ക് ഹിക്മത്തുകൾ ഓരോന്ന്
നമ്മുടെ സാധാരണക്കാരുടെ അറിവിനും ബുദ്ധിക്കും അനുസരിച്ച് കടിച്ചാൽ പൊട്ടാത്തതാണെന്ന് തോന്നും പലതും. പക്ഷേ അത് അതിൻ്റേതായ കോണ്ടെക്സ്റ്റിൽ, അതിൻ്റേതായ സാഹചര്യത്തിലും സന്ദർഭത്തിലും അവരുടെ ഉദ്ദേശിക്കുന്ന ആ ലെവലിലും തലത്തിലും സാഹചര്യത്തിലും നിന്നുകൊണ്ട് മനസ്സിലാക്കുമ്പോഴേ അത് കൃത്യമായി അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവൂ. ഏതായാലും മഹാനായ ഷെയ്ഖ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹിക്കമിലൂടെ, ഹിക്കമുൽ അത്തായിയയിലൂടെ വളരെ വിലപ്പെട്ട അനർഹമായ വിജ്ഞാനങ്ങളാണ്, തത്വജ്ഞാനീയങ്ങളാണ്. ഹിക്കം എന്ന് പറഞ്ഞാൽ അതിലെ തത്വജ്ഞാനങ്ങളാണ്, തത്വോപദേശങ്ങളാണ്, സാരോപദേശങ്ങളാണ്. ഒരു മാലയിൽ കോർത്തിട്ട മുത്തുമണികളെപ്പോലെ അദ്ദേഹത്തിൻ്റെ ഹിക്മത്തുകൾ കിതാബുൽ ഹിക്കമിൽ അദ്ദേഹം കോർവയാക്കി അദ്ദേഹം കൂർവപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാവാനാണ്. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.